Hello guys, welcome back to my YouTube channel. This is Teja Tangu and you're watching Teja Tangu Diaries. Orka. Teja Tangu Diaries. ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ അമ്മേനെയും ചേച്ചിനെയും കൂട്ടിയിട്ട് വന്നത് ഹൂ നോസ് മീ ബെറ്റർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൈക്ക് ആക്ച്വലി ഇവർ ഭയങ്കര ബിസിയാണ്. അമ്മ വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് ബിസിയും, ചേച്ചി ഓഫീസിൽ പോയി ബിസിയും. അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് ഇരുന്നിട്ട് വീഡിയോ എടുക്കും. എന്താണ് ഒന്നുമില്ല, അമ്മൻ്റെ ബിസി ആലോചിച്ചിട്ട് വീട്ടിൽ നല്ല ബിസി ഉണ്ട്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, രണ്ടാളും വേഗം ആൻസർ മറ്റേ നോട്ട്സിൽ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് വേഗം കാണിക്കുക. ഓക്കെ? എന്ത് നിന്റെ കാര്യങ്ങളൊന്നും നോക്കി എക്സാമാ? ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ കയ്യിൽ എഴുതി വെക്കായിരുന്നു. എന്തിനു മോളെ? ശരി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൻ്റെ ഉള്ളിൽ ആൻസർ എഴുതിക്കണേ. എനിക്ക് ആവശ്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും യൂസ്ലെസ് ആയിട്ട് വാങ്ങിയ സാധനം എന്ന് വെച്ചാൽ യൂസ്ലെസ് അല്ല ആ സാധനം, പക്ഷേ എനിക്കതുകൊണ്ട് ഒരു ഉപകാരമില്ല. പക്ഷെ ഞാൻ പറയും ഞാൻ ഉപയോഗിക്കുമ്പോണ്ടാണ് ഞാൻ വാങ്ങൽ. പക്ഷെ നോ, ഒരു സാധനം പെർട്ടിക്കുലർ ആയിട്ടുണ്ട്, ഇടക്ക് വാങ്ങലുണ്ട്. ഇടയ്ക്ക് വാങ്ങിക്കോ? നോ, ഒറ്റ പ്രാവശ്യം വാങ്ങിക്കുള്ളൂ. ആ പറ, ടൈപ്പ് ചെയ്താ ഒരു സാധനം. അത് എനിക്ക് ഞാനത് ഉപയോഗിക്കലില്ല, പക്ഷെ ഞാനത് ഉപയോഗിക്കും എന്ന് പറഞ്ഞ് വാങ്ങും. വേഗം, അറിയില്ലെങ്കിൽ അറിയില്ല, പറ ഇതെന്താണെന്ന് എനിക്ക് അറിയോ? ഞാൻ 5 വരെ കൗണ്ട് ഡൗൺ വെക്കും. 1. ഭക്ഷണം കഴിക്കുന്നതാണ് അല്ല. 2. കയ്യിൽ എവിടെയെങ്കിലൊക്കെ ഇടുന്നതാണ്. 3, 4, 5. ടൈം അപ്പ്. മതി. സൺഗ്ലാസസ്. ഞാൻ അത് വിചാരിച്ചു. എന്ത്? നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല, ടഫായിരുന്നു. അപ്പോൾ ഇല്ലോ, ഈ സൺഗ്ലാസ് ആണ്. ഞാൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞാൻ ഇടും എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങലുണ്ട്. എന്തൊക്കെ വിചാരിച്ചാലും മറ്റേ ബൂട്ടുകളൊക്കെ കുറഞ്ഞ നീ വാങ്ങിച്ചു കൂട്ടില്ലേ? എന്നാ ഓക്കെ. പക്ഷെ ഒന്നും എഴുതിയില്ലല്ലോ, മണ്ടത്തരം കാണിച്ചില്ലേ? 0 points. ഓക്കെ ഗൈസ്, രണ്ടാൾക്കും 0. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ യൂട്യൂബ് അല്ലാതെ എനിക്ക് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഫേമസ് ആവാൻ പറ്റുവാണെങ്കിൽ ഞാൻ എന്തിലായിരിക്കും ഫേമസ് ആവാൻ ഇഷ്ടപ്പെടുക? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ആലോചിക്ക്. 5 seconds ട്ടാ. അമ്മ എന്തൊക്കെ ടൈപ്പ് ചെയ്തു? 1, 2, 3, 4, 5. കഴിഞ്ഞു. എന്താണ്? ബിസിനസ്സിൽ. യെസ്. എനിക്കൊരു ഞാനല്ലേ നിന്നോട് പറഞ്ഞു ഇന്ത്യയിൽ ബെസ്റ്റ് വുമൺ ഓൺട്രപ്രണർ ആയിട്ട് അവാർഡ് വാങ്ങാൻ ഞാൻ പോകണ്ടെന്ന്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഗൈസ്, അമ്മ പറഞ്ഞ ആൻസറാണ് കറക്റ്റ്. എനിക്ക് ഫേമസ് ആയിട്ടുള്ള ബിസിനസ് ഒരു ഉത്തരം അമ്മ ശരിയായത്. കളിയിൽ ജയിച്ചിട്ടൊന്നുമില്ല. ശരി, അപ്പോൾ ഞാനിവിടെ പോയിന്റ്സ് എഴുതുന്നുണ്ട് കേട്ടോ. ആദ്യത്തേൽ രണ്ടാൾക്കും 0, രണ്ടാമത്തേൽ അമ്മ. ഒളിച്ചു വെക്ക്. ക്വസ്റ്റിൻ്റെ ആൻസർ ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ 3rd ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്തൊരു സാധനം, എത്ര വൈകിയാലും ഞാനത് ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ എൻ്റെ മെയിൻ സാധനം. രണ്ടാളും എഴുതുന്നത് ശരി. കഴിഞ്ഞ എന്താണ് ആൻസർ? നീ നോക്ക്. ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ. നീ എന്തിനാ എപ്പോഴും ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം? ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കുറേ പിഗ്മെന്റേഷൻ ഇല്ലേ, അതുപോലെ പിഗ്മെന്റേഷൻ ആയിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ ഷെത്തിന്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് സൺസ്ക്രീൻ ആണ്. ചേച്ചിനെ പോലെ ഓഫീസിലൊക്കെ പോയിട്ട് ഇങ്ങനെ എപ്പോഴും സൂര്യൻ കൊള്ളുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ സൺ ആൻഡ് യു വി റേസ് കാരണം നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്, അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ വരാം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുന്നത്. ഗൈസ്, പിന്നെ ഈ ഒരു സൺസ്ക്രീനിൽ പവർ ഓഫ് നേച്ചർ ആൻഡ് സയൻസ് കൊണ്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള കോജിക് ആസിഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഫോക്കസ് ചെയ്യും ആൻഡ് കേസർ എക്സ്ട്രാക്ട് ലോങ് ടേമിൽ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് പോകും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിൽ SPF PA++++ ആണ്. ആൻഡ് ഇതിനകത്തുള്ള ബ്രോഡ് സ്പെക്ട്രം നമ്മൾ UV എന്നും UVB റേസ് എന്നും പ്രൊട്ടക്ട് ചെയ്യും. എനിക്ക് ഇത് തന്നെ ഇഷ്ടപ്പെടാൻ വേറെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ടെക്സ്ചർ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണ്, പിന്നെ ക്വിക്ക് ആയിട്ട് അബ്സോർബ് ചെയ്യും. മൊത്തം വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല. ആക്ച്വലി നിങ്ങൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും, കാരണം നല്ല പോലെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഈവൻ ടോൺ റേഡിയന്റ് സ്കിൻ നിങ്ങൾക്കും കിട്ടും. ഡോക്ടർ ഷെത്തിന്റെ വെബ്സൈറ്റിൽ തേജ തങ്കു 2025 എന്നുള്ള കോഡ് ഉപയോഗിക്കുക. ഓവർ ആക്ട് ചെയ്യേണ്ട, ഉപയോഗിച്ച 20% ഓഫ് കിട്ടും. അത് മാത്രമല്ല ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിളും അവൈലബിൾ ആണ്. സോ
താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇനി അവിടെ പോയി നോക്കിയാൽ മതി ബാക്കി കഥ. അപ്പോൾ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. 10. ഇപ്പോൾ 3 കഴിഞ്ഞു. ഇനി 4th ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതി വെച്ചോ. സോ ഗൈസ് നമ്മുടെ 4th ക്വസ്റ്റ്യൻ, ഞാൻ ഇനിയും പോണമെന്ന് ആഗ്രഹമുള്ള കൺട്രി. ഇത് ഭയങ്കര സിമ്പിളാണ്. ഫസ്റ്റ് ഞാൻ പറയട്ടെ, കൺട്രിയാണ്. ഇതല്ലേ? അത് സിറ്റിയാണ്. അല്ല, ഇത് ഉള്ള സ്ഥലം. ഗൈസ് ആക്ച്വലി ഓക്കെ, സ്ഥലം ഇവൾ ഉദ്ദേശിച്ച റോമാണ് സ്ഥലം, പക്ഷെ റോം ഉള്ളത് ഇറ്റലിയിലാണ്. അയ്യോ അതെന്തിനാ കളഞ്ഞു കാപ്പി? നീ പറയുമ്പോ എന്റെ ശരിയാണെന്ന് പറയും. സന്തോഷം വന്നതാണ്. ഗൈസ് ആക്ച്വലി കൺട്രി ചോദിക്കുകയാണെങ്കിൽ ഇറ്റലിയാണ്, സിറ്റി ചോദിക്കുകയാണെങ്കിൽ റോമാണ്. അപ്പം ഞാൻ നല്ല കുട്ടി അതുകൊണ്ട് 2 മാർക്ക് തരാം. ഓക്കെ, ഇതും കിട്ടില്ല. മറ്റത് അത് ഞാൻ 100 തവണ പോയി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അടുത്ത്. സോളോ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് റോമിക്ക് പോകണം, ഞാൻ ഇനിയും പോകുന്നു. ഓക്കെ, അടുത്തത് എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് പാട്ട് ഏതാണ്? ഇത് ഞാൻ നിങ്ങൾ 2 പേർക്കും വണ്ടിയിൽ പോകുമ്പോൾ കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. റീസെൻറ്റ് ഫേവറേറ്റ് പാട്ടൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എന്തെങ്കിലും അതിനകത്തുള്ള വാക്ക് ഞാൻ അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു നീ റിലേറ്റബിളാ. അതന്നെ. വേറെ ഇതാണ്, എനിക്കെന്റെ പേര് ഓർമ്മ വേണ്ടേ? മോട്ടിവേഷനോ എന്തോ? ആ ഒരു സിറ്റുവേഷൻ, നിന്റെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സിറ്റുവേഷൻ നാട്ടുകാർ അറിയിക്കണം എൻ്റെ സിറ്റുവേഷൻ അതിനകത്തുള്ളതെന്ന്. എനിക്ക് അറിയില്ലടാ, എനിക്ക് ഇങ്ങനത്തെ ഇംഗ്ലീഷ് പാട്ട്. ഓക്കെ ഇത് ചേച്ചിക്കായിരിക്കും ആ ക്ലൂ കത്താൻ പോകുന്നു തോന്നുന്നു. ഞാൻ ഇതിൻ്റെ ഈ ലിറിക്സിൻ്റെ മീനിങ് നിനക്ക് പറഞ്ഞു തന്നപ്പോൾ 2 ഓപ്പോസിറ്റ് തിങ്സിനെ പറ്റിയിട്ട് അതിനകത്ത് പറയണ്ടായിരുന്നു. അതാണ് ആ പാട്ടിൻ്റെ പേര്. ജസ്റ്റ് ആ വേർഡ്സ് നിനക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. നോ, അതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു സാധനം പക്ഷെ ആക്ച്വലി ഉണ്ടായിരുന്നത് വേറെ സാധനം. അപ്പം ഇത് രണ്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 എലമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് സോങ് സെറ്റ് ഫയർ ടു ദ റെയിൻ. ഫയറും റെയിനും ഓപ്പോസിറ്റ്. ഇങ്ങനെ ശരി, എനിക്കിത് അറിയായിരുന്നു നിങ്ങൾക്ക് കിട്ടൂലെന്ന്, കാരണം ഞാൻ പാട്ടിൻ്റെ പേരൊന്നും നിങ്ങൾക്ക് പറഞ്ഞു കിട്ടാണ്ടിരിക്കാൻ. ഫുൾ മാർക്ക് കിട്ടണമായിരുന്നു, ഡിസ്റ്റിങ്ഷൻ വേണമെന്നായിരുന്നു അമ്മൻ്റെ ആഗ്രഹം. ഓക്കെ, ഞാൻ എടുക്കും 0. അല്ലല്ല, ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലതാണ്. ഇതുവരെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഇനി നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, സൂപ്പർ ക്വസ്റ്റ്യൻ. എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ബോഡി വെയ്റ്റ്. പിന്നെ എഴുത്. ഓക്കെ ആണ്, ടെൻഷൻ ആവാണ്. യെസ്, രണ്ടാളുടെയും ആൻസർ 42 ആണ്. കറക്റ്റാണ്. ചേച്ചി 42.9 ഇട്ടു, പക്ഷെ അത് ആക്ച്വലി ശരിയല്ല. ഞാൻ വയറ് നിറച്ച് നിന്നപ്പോഴാണല്ലോ അങ്ങനെ. അതൊക്കെ കൂടില്ല. അപ്പൊ 42 നിർത്താം നമുക്ക്. 42 നിന്നാൽ മതി. അപ്പം എൻ്റെ കറക്റ്റ് 42. ഗുഡ്, 2 ആൾക്കും 1 പോയിന്റ്. എനിക്ക് എക്സ്ട്രാ മാർക്ക് കാരണം പോയിന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അയ്യേ, അത് ഞങ്ങൾക്ക് അക്യുറേറ്റ് അല്ലേ? അക്യുറേറ്റ് അല്ലോ. ഞാൻ രാവിലെ നോക്കുമ്പോൾ അതായിരുന്നു. ഞാൻ അടുത്തൊന്ന് നോക്കിയപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് അറിയാം, കാരണം എല്ലാ ദിവസം രാവിലെ ഞാൻ പിന്നെ 2 ആളെയും വിളിച്ചിട്ട് നോക്ക് കാണിക്കും. വെയിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ കിട്ടും. എൻ്റെ അമ്മയ്ക്കും അറിയില്ല. സ്നേഹം ഉണ്ടെങ്കിൽ കിട്ടും. നിനക്കറിയില്ലേ? നിനക്ക് എന്നോട് സ്നേഹമല്ലേ? ശരി, എൻ്റെ 1ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ആരാണ്? 1ാം ക്ലാസ്സിൽ? 1ാം ക്ലാസ്സിലെ. ഞാൻ പറയട്ടെ, അവള് സ്കൂളിൽ നിന്റെ സ്കൂളിലാണ് പഠിച്ചത്. നിനക്ക് ഓർമ്മയില്ലേ? എന്നെ 1ാം ക്ലാസ്സിൽ ആരുടെ ക്ലാസ്സിൽ കൊണ്ടാക്കി? അപ്പൊ നിനക്ക് ഓർമ്മയില്ലേ? നിന്റെ 1ാം ക്ലാസ് ടീച്ചർ എനിക്ക് എങ്ങനെയാണ് അറിയുന്നത്? നിങ്ങൾ എൻ്റെ അമ്മയാണോ? ഓരോ ക്ലാസ്സിലെ ടീച്ചറിനെ നോക്കിയിട്ടില്ല എനിക്ക് പണി. എനിക്ക് കിട്ടിയില്ലേ? നോക്കട്ടെ, ഇതാണോ? അമ്മ ഞാനും ഒത്തിരി അറിയോ? രണ്ടാളുടെ ആൻസർ കറക്റ്റ് ആണ്. ഗീത മിസ്സായിരുന്നു. എനിക്കങ്ങനെ ചെറിയൊരു ഓർമ്മ. നിനക്കോ? എനിക്ക് ഇവളുടെ ക്ലാസ് ടീച്ചർ കഴിഞ്ഞിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ട്, പക്ഷെ നിങ്ങൾ എന്നോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ 1ാമത്തെ ക്ലാസ് ടീച്ചറിനെ ഓർമ്മ വന്നത്. എൻ്റെ ആരും കവിതാ സിസ്റ്റർ. ടീച്ചേഴ്സിനൊക്കെ അറിയാം, എനിക്കും നല്ലത് ഓർമ്മ. നിങ്ങൾ എൻ്റെ അമ്മയാണോ? പാരന്റ്സ് മീറ്റിംഗിന് നിങ്ങളാണോ വരിക? അപ്പൊ മക്കളുടെ കാര്യം ഓർമ്മ വേണ്ടേ? 2 ആൾക്കാർ. എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനെ ഓർമ്മയില്ലാന്ന്. അതെങ്ങനെ ഓർമ്മ ഉണ്ടാവുക?
ശരി ഗുഡ്. ഇതിൽ രണ്ടാൾക്കും ഓരോ പോയിന്റ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാനിപ്പം ഏറ്റവും കംഫർട്ടബിൾ എങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഇടുമ്പോഴാണ്? ഇപ്പോ റീസെന്റ് ആയിട്ടാ റീസൺ സ്പെസിഫിക് ആയി ചോദിക്കണ്ട. അങ്ങനെയല്ല ഇതിനെ പറയാ. ഓക്കെ, ചേച്ചി എത്തനിക് എന്നാണ് പറഞ്ഞത്. ദാറ്റ്സ് റോങ്. അമ്മ കുർത്തി എന്നാണ് പറഞ്ഞത്. അത് റോങ് അല്ല. നീ എന്നിട്ട് ഉടുപ്പൊക്കെ ഇട്ടുണ്ടോന്നല്ലോ, എന്നിട്ട് അന്ന് മാലയും വളയൊക്കെ ഇട്ടത് അത് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്കത് കംഫർട്ടബിൾ അല്ല. സ്പെസിഫിക് ആയി പറഞ്ഞില്ല ഡ്രസ്സ്. നീ ഒരു കാറ്റഗറിയാ പറഞ്ഞത്. ദാറ്റ്സ് റോങ്. ഞാൻ പറഞ്ഞത് സ്പെസിഫിക് കുർത്തി. എന്നെയാണോ കുർത്തി ആ അല്ല ഗൈസ്, എനിക്ക് കുർത്തി മാത്രമല്ല, എനിക്കിപ്പോൾ കുറച്ച് ലൂസ് ടീഷർട്ട് എന്നുവെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഇൻസേർട്ട് ചെയ്തിട്ടല്ലേ ഇട്ടിരിക്കുന്നത്. അല്ല അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അത് ആയിട്ട് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാലും മതിയായിരുന്നു. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുർത്തിയിട്ട് നടക്കണ്ടല്ലോടാ. എൻ്റെ ലാസ്റ്റ് അല്ല, ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ലാസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് എത്ര ലൈക്കാണ്? പറ. എന്തിനാ ചിരിക്കണ്? എനിക്കറിയില്ലേ. അമ്മ കറക്റ്റായി. നീ എന്ത് ഗസ്റ്റ് ചെയ്യും? ലാസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് എത്ര ലൈക്കെന്ന്? ചേച്ചി 100K എന്ന്, അമ്മ 63K. രണ്ടാളുടെയും റോങ് ആണ്. കാരണം 68K ആയിക്കണ്. നീയല്ല അന്ന് പറഞ്ഞ 62 ആയിട്ടുള്ളൂ. ആണ്, അത് ഇന്നൊക്കെ മാറിയല്ലോ. ഞാനപ്പോ ഒരു ഊഹം പറഞ്ഞിട്ട് ഒരു 1000 കയറ്റി തന്നെ. അപ്പൊ 68K ആയി. പക്ഷെ അമ്മ കുറച്ചുകൂടെ ക്ലോസ് ആയതുകൊണ്ട് 1/2 മാർക്ക് തരാം. ഓക്കെ, ചേച്ചി പൊട്ടിട്ടാ. എൻ്റെ ഒരു ഐഡിയൽ ഈവനിങ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു പെർഫെക്റ്റ് ഈവനിങ് എന്താണ്? എന്താണ് 1 വേർഡ് ആയിട്ട് എഴുതാ, കുറച്ച് എന്തെങ്കിലും ഒരു. എൻ്റെ ഒരു ഐഡിയൽ ഈവനിങ് എന്താണ്? എഴുതാദ്യം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാൾക്ക് ആൻസർ അറിയാതെ. എനിക്കറിയാം അവർക്ക് ഒറ്റ വാക്കിൽ അത് എഴുതാൻ അറിയാത്തത്. അതിപ്പോൾ എനിക്കും അറിയില്ല. എനിക്കും അറിയൊന്നുമില്ല, ഞാൻ ഒറ്റ വാക്കിലൊന്നുമില്ല. ഒരു മിനിറ്റ്. സൺറൈസ് ഈവനിങ്. ഏത് സണ്ണാ മോളെ ഈവനിങ് റൈസ് ചെയ്യണത്? സൺറൈസ് ഇന്ന് ഈവനിങ് ഓവർ സ്മാർട്ട് ആവാൻ നോക്കിയതല്ലേ അമ്മ? ഈവനിങ് ആണോ സൂര്യൻ ഉദിക്കണം? ഇപ്പൊ ശരിയായില്ലേ? അമ്മ എനിക്കൊരു പെർഫെക്റ്റ് ഈവനിങ് എന്താന്ന് വെച്ചാല്, ഈവനിങ് എന്താ സൂര്യൻ ഉദിക്കാണോ അസ്തമിക്കാണോ എന്നല്ല ചോദിച്ച്, എനിക്കെന്താ ഇഷ്ടം എന്നാ ചോദിച്ചു. മെക്ഡൊണാൾഡ്സിൽ പോയി കോഫി കുടിക്കുക, അതല്ലേ ഈവനിങ് ഇഷ്ടം. എന്ത് ഈവനിങ് പറഞ്ഞ സൂര്യാസ്തമിക്കും. ഇത് എൻ്റെ ഒരു നല്ലൊരു നൈറ്റ് എങ്ങനെയാണ്? നല്ല മോർണിംഗ്. അങ്ങനെ ക്വസ്റ്റ്യൻസും വേറൊരു ആൻസേഴ്സും കഴിഞ്ഞു. ഇനി അടുത്തതുണ്ട് ട്രൂ ഓർ ഫോൾസ്. അതിൽ 5 ഉള്ളൂ. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ പറയണം. ഓക്കെ, 2 ചാൻസും. എന്ത് ട്രൂ പറയുമ്പോൾ യെസ് ഞാൻ അടിക്കും. 5 ഈസിയാണ്. ആദ്യത്തെ, സോളോ ട്രിപ്പിന് പോയതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡേയ്സ്. ട്രൂ ഫോൾസ്? യാ ഫോൾസ്. നോ, ആൻസർ തെറ്റാണ്. അടുത്തത്, എനിക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ട് എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നുണ്ട്. ട്രൂ. ഓക്കെ, ശരിയാണ്. എനിക്ക് ലൈക്ക് ആക്ച്വലി ഞാൻ വിചാരിക്കാറുണ്ട്, കാരണം എൻ്റെ സൂപ്പർ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നതെല്ലാം എനിക്ക് നടത്തിയെടുക്കാൻ പറ്റലുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ ഭയങ്കര പ്രശ്നത്തിലൂടെ ആയിരിക്കും പോണത്, പക്ഷെ അത് ഹാപ്പൻ ആവേണ്ട സമയത്ത് അത് ഹാപ്പൻ ആവാറുണ്ട്. ശരി, അടുത്ത ട്രൂ ഓർ ഫോൾസ്. എനിക്ക് ഇതിന് മുന്നേ ഏതെങ്കിലും ഒരു എക്സാമിന് 0 മാർക്സ് കിട്ടിയിട്ടുണ്ട്. ഒരു എക്സാമിന് 0 മാർക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു എക്സാമിന് എനിക്ക് 0 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ട്രൂ. എനിക്ക് 9th പഠിക്കുമ്പം കെമിസ്ട്രിയിൽ 0 മാർക്ക്. ഇന്റേണൽ ഒന്നല്ല, പീരിയോഡിക് ടെസ്റ്റ് 0 കെമിസ്ട്രിക്ക്. പക്ഷെ ഫിസിക്സിലും ബയോളജിക്കും നല്ല മാർക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യന്, ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്.
ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ എക്സാംസിന് പഠിക്കാറില്ല. ഫോൾസ്. ഗുഡ്. നീ പഠിക്കുമല്ലോ. അതെ ഞാൻ പഠിക്കാം. കാരണം നിങ്ങളെല്ലാവരുടെ എക്സാം റിസൾട്ട് വീഡിയോയിലൊക്കെ അമ്മ പറയലുണ്ട്, ചേച്ചി പിന്നെയും പറയും ഞാൻ പഠിക്കലുണ്ടെന്ന്. അമ്മ പറയും ഒന്നും പഠിക്കില്ല, ഞാൻ കാണാറേ ഇല്ല. വെറുതെ പറയുന്നല്ലേ അതൊരു. അപ്പൊ കമന്റ് ബോക്സിലെ ആൾക്കാർ പറയും ഒന്നും പഠിക്കാതെ മാർക്ക് കിട്ടി ഇപ്പോൾ പഠിപ്പ് തന്നെയെന്ന്. പിന്നെ ഞാൻ പറയണു 67 എന്താ, അത് അത്ര വലിയ മാർക്കാണ്. അതെന്തുകൊണ്ടാണ്? സ്കൂളത്തെ കുട്ടികളാണ്. അപ്പൊ ഗൈസ് അത്രയുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പൊ ആരാ വിന്നർ? എനി ഗസ്? അമ്മയാണ് വിന്നർ. അത് പറയാം. 1 2 3 4 5 6 7 8 9 9.5 മാർക്സ് അമ്മക്ക്. ചേച്ചിക്ക് 4 6. അതെങ്ങനെയാടാ? ചേച്ചിക്ക് 6. ഞാനൊരു 2 3 ഒക്കെ 2 3 0 കണ്ടു. നിനക്ക് അങ്ങനെ 9.5 കിട്ടി. എത്ര ക്വസ്റ്റ്യൻ? 15 ക്വസ്റ്റ്യൻസിൽ അമ്മക്ക് 9.5ഉം ചേച്ചിക്ക് 6 പോയിന്റ്സും. അപ്പോ ഭയങ്കര വീക്കായി ഇപ്പൊ. ഇങ്ങനത്തെ ഫേക്ക് അല്ല, ഫേക്ക് അല്ല, എന്താ പറയാ, ചേച്ചിന്റെ താല്പര്യങ്ങളൊക്കെ ഇപ്പൊ വേറെ എവിടെയമ്മ? ഓ അങ്ങനെയാ. പണ്ടൊക്കെ എന്നെക്കാൾ അവൾക്ക് അറിയായിരുന്നു. അതെ, ഇപ്പൊ എന്റെ കാര്യത്തിൽ ഒന്നും ഒരു ശ്രദ്ധ. എന്താ വീഡിയോ ഒന്നും കൂടെ അറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ പ്രിപ്പയർഡ് അല്ല. എൻ്റെ അടുത്തും പറഞ്ഞില്ലടാ. വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് അറിയായിരുന്നില്ലേ? എനിക്ക് അതുപോലും അറിയില്ല. അപ്പോട്ടെ, അവൾക്ക് ഫീൽ ആയിട്ട്. അല്ല, ഫീൽ ആയിട്ട് എന്താ കാര്യം? സ്വന്തം. അപ്പൊ ശരി, വാ നമുക്ക് ഇത് കൊടുക്കാം. എന്തായാലും ചെയ്യാം. എടുക്ക് കപ്പ് ട്രോഫി വേണോ? അതിനെന്താ? ചിരിക്കി നോക്കി ചിരിക്ക്. ഫോട്ടോ. ഓക്കെ ഗൈസ്, കപ്പ് കിട്ടിയെന്ന് അത് നിങ്ങളല്ലേ കുടിച്ചെടുത്ത്. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ നമ്മുടെ ഹൂ നോസ് മീ ബെറ്റർ വീഡിയോ. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയാണ് എൻ്റെ ട്രൂ ഫ്രണ്ട്. ഞാനും അമ്മയും ട്രൂ ഫ്രണ്ട്സ്, ഇവള് ഫേക്ക് ഫ്രണ്ട്. ഞാൻ നാളെ വീഡിയോ എടുക്കാൻ പോവാണ്. ഒരു വീട്ടിൽ ചേച്ചി എങ്ങനെ അനിയത്തിനെ സ്നേഹിക്കുന്നില്ല, ചേച്ചി എങ്ങനെയാണ് വേറെ പുറത്തേക്ക് മൈൻഡ് പോയിട്ട് വേറെ ആവണത്, അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇല്ലമ്മ, നമുക്ക് കുറ്റം പറയാം, നമുക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കാം യൂട്യൂബിലടുത്ത്. അപ്പോൾ ഗൈസ് ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത് പെട്ടെന്ന് സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ പറ. ബോയ്.